എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനുള്ളത് മീശ പുലിമലയിലേക്കും ഉള്ള ട്രക്കിങ്ങിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ബേസ് ക്യാമ്പാണ്. ബേസ് ക്യാമ്പ് മീശ പുലിമല ബേസ് ക്യാമ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മീശ പുലിമലയിലേക്ക് ട്രക്ക് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബേസ് ക്യാമ്പിൻ്റെ കാഴ്ചകളാണ്. അതുകൊണ്ടോ ഇതിൻ്റെ ഇനി നമുക്ക് ക്യാമ്പിലോട്ട് പോകാം. ടെൻറ്റിൻ്റെ കാഴ്ചകളും മറ്റേതും കാണാം. ഇപ്പോൾ ടെൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്ന ഉടനെ നമുക്കൊരു കട്ടൻ ചായ ബിസ്ക്കറ്റ് 2 മണിക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റും നടക്കാൻ പോകാം. ട്രക്കിങ് രാവിലെയാണ് തുടങ്ങുക. ഇതാ കണ്ട, ഇവിടുന്ന് ചായ നമുക്ക് കിട്ടും. ഇവിടെയാണ് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. വൈഫൈൻ്റെ പാസ്വേഡ് എല്ലാം ഇവിടുന്ന് കിട്ടും. ഫുഡ് കഴിക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് പോയാൽ ഇച്ചിരി വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ ഇതാണ് ടെൻറ്റ്. ഇഷ്ടം പോലെയുണ്ട്. ഇതിനുള്ളിൽ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. ടെൻറ്റിൽ അതായത് കണ്ടോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ കാര്യം. ഞാൻ താമസിക്കുന്ന ടെൻറ്റ് ഇതാണ്. ആഹാ, പക്ഷെ ഇവിടുന്ന് കോട്ടേജ് കാണാൻ വന്നത് ഇവിടെ ഇതാണ് മീശ പുലിമല. അല്ലല്ല, ഇത് മീശ പുലിമല അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പുറത്ത് കാടാണ്. നമ്മൾ കേരള സർക്കാരിൻ്റെ സ്കീമിൽ വന്നിരിക്കുകയാണ്. ടെൻറ്റ് സെറ്റപ്പും മാൻഷനും അങ്ങനത്തെ പോലെ. നമ്മുടെ ഈ ബേസ് ക്യാമ്പിന് കൂടാതെ 2 എക്സ്ട്രാ കൊണ്ടുണ്ട്. റോഡോ മാൻഷന്, ഒന്ന് സ്കൈ കോട്ടേജ്. ഈ 2 സ്ഥലത്തും ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഇത്ര ആൾക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കൈ കോട്ടേജിൽ കാണാൻ പോകാം. ഈ കണ്ട വേലിയുണ്ട്. ഈ വേലി മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആന തുടങ്ങിയ ജീവികളൊക്കെ വരാതിരിക്കാൻ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ബേസ് ക്യാമ്പ് ഉള്ളത്.
അപ്പോൾ ജസ്റ്റ് ഇവരുടെ സ്കൈ കോട്ടേജിന് പോകുന്ന വഴിയാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടത്തിന് നമുക്ക് അനുവാദമില്ല എന്നാണ് പറയുന്നത്. അതെന്ത് പരിപാടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പുറമേ പ്രൈവറ്റുകാർ വഴി വന്നാൽ മാത്രമേ അനുവാദമുള്ളൂ. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ആണ് സ്കൈ കോട്ടേജിൻ്റെ റൂം. സർക്കാർ ഇത്രയും മോശം അവസ്ഥ. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ കാട്ടിന്റെ മലർന്നീടോ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ നിന്റെ തന്ത. ഇതാണ് ടെൻറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. പുറത്ത് ഇച്ചിരി മഴയൊക്കെ പെയ്യുന്നുണ്ട്. കണ്ട ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. ചെറിയ ജനൽ പോലത്തെ ഹോളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടും, ബെഡ് കിട്ടും. വേറെ ഇതിൻ്റെ അപ്പുറം ബെഡ് മാത്രമേ ഉള്ളൂ. വെള്ളം ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വായിക്കണം. ബാക്കി ടോയ്ലറ്റിൻ്റെ നമ്മുടെ ടവലായാലും ശരി, സോപ്പായാലും ശരി, എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും. അത്ര ലിമിറ്റഡ് ഇവിടെ ഫെസിലിറ്റീസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇനി നാളെ ട്രക്കിംഗ് ഉണ്ടാവും. അതിന് നമ്മൾ നേരത്തെ എണീക്കണം. 5 മണിക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഈ ബാഗ് നമുക്ക് ആ സമയത്ത് റിട്ടേൺ ചെയ്യണം. കാരണം നമ്മൾ മേലെ ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിങ്ങിന് പോയിട്ട് തിരിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ആ പരിപാടി അവസാനിക്കും. അതുകൊണ്ട് ഫസ്റ്റ് 5 മണിക്ക് എഴുന്നേറ്റ് ഇത് തിരിച്ചു കൊടുക്കണം. ട്രക്കിങ് മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കില്ല. ചെറിയ മഴയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ബാക്കി ഇതിനെ കാര്യം ഇനിയപ്പം ഇത് ആദ്യത്തെ ദിവസത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. പുറമേ നിന്ന് ഇതിൻ്റെ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഗവൺമെൻറ് വഴി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പുറമേ നിന്നുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതായത് പല പല ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും. അതുവഴി വരുമ്പോൾ കുറച്ച് ഗുണമുള്ളത്, വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ കിട്ടും. ഗവൺമെൻറ് വഴി ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ പെർമിഷൻ ഇല്ല. അങ്ങനെ 1-2 ഫെസിലിറ്റീസ് അധികമാണ്. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് 2 പേർക്ക് 4000 രൂപയുടെ പാക്കേജ് ആണെങ്കിൽ മറ്റുള്ളവർ ഒരാൾക്ക് 3500. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനിയുള്ള അടുത്ത ദിവസത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.